ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഫ്രഷ് ജ്യൂസായിട്ടാണ്, പൈനാപ്പിൾ ജ്യൂസ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവരോടും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പം ഈ പൈനാപ്പിൾ ആദ്യം നമുക്കൊന്ന് തോല് കളഞ്ഞെടുക്കണം. ഇതിപ്പോൾ ഞാൻ തോല് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാനെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് അടിക്കുന്ന ജാറെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇതിനെ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്, പിന്നെ ബാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ അടിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും പിന്നെ നല്ല തണുത്ത വെള്ളവും കൂടി ഉപയോഗിച്ചിട്ടാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. ഇതിൽ വേറെ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നോമ്പ് കാലത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ എല്ലാവരും ഏലക്കായോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നതാണ്. ഞാനിവിടെ ഒന്നും ചേർത്ത് കൊടുക്കാതെയാണ് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് വളരെ ടേസ്റ്റായ ജ്യൂസാണ്. ഇങ്ങനെ അടിക്കുന്നതാണ് ഏറ്റവും വളരെ നല്ലത്. അപ്പോൾ നോമ്പ് കാലത്തൊക്കെ നോമ്പ് കഴിഞ്ഞ് കഴിക്കാൻ പറ്റിയ ജ്യൂസ് ഇത് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരച്ചും കൂടി എടുക്കാം. ഇതിൽ കുറച്ച് ചണ്ടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ജ്യൂസ് മാത്രമാക്കി എടുക്കണം. അപ്പോൾ അത് ജ്യൂസ് മാത്രമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സർവ് ചെയ്യാം.
സിമ്പിളായിട്ടുള്ള ജ്യൂസാണിത്. ഇവിടെ അടിപൊളിയായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റിയൊരു കിടിലൻ ജ്യൂസാണ് കേട്ടോ ഇത്. അല്ലെങ്കിൽ വേറെ സാധനങ്ങളൊക്കെ ചേർത്ത് ഇതിൽ ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് അന്നേരം കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും, അതുപോലെ ഉണ്ടാക്കുന്നവരും ഉണ്ടാവും. പക്ഷേ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചാലാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഹെൽത്തി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.